കൂട്ടുകാരെ, ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. ഞാൻ എൻ്റെ പിന്നെ മക്കളെ വീട്ടിൽ വന്നതാണ് ഇന്ന്. മോളാണെങ്കിൽ മോളെ ഹസ്ബൻഡിൻ്റെ പിന്നെ അമ്മയുടെ അനിയത്തി മരിച്ചതുകൊണ്ട് അവിടെ അവൾ ചോറൊക്കെ ഉച്ചയ്ക്ക് ചോറൊക്കെ അവൾ പോയി. അപ്പോൾ ഞാൻ അടിച്ചു വാരാൻ ഇവിടെയൊക്കെ മക്കളൊക്കെ മറ്റേ ഒരു മോളും കൂടെ ഉണ്ട്, ഒരു മോളെ മക്കൾ ഇവിടെ ഉണ്ട്, മോളും ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ പോയി, ഞാൻ ഇവിടെയൊക്കെ അടിച്ചു വാരുവാണ്. ഇവിടെയൊക്കെ മണ്ണും എന്തോ ആയി കിടക്കുകയാണ്. അടിച്ചു വാരി ഒക്കെ വൃത്തിയാക്കട്ടെ. ഇതാ ഒരു മോനാണത്. അത് വോയിസ് കൊടുക്കാം. അവർ ടി വി കാണുന്നു. പിന്നെ ഇതാ കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന ഒരു കുഞ്ഞു മോളാണത്. പിന്നെതാ ഞാനിവിടെ പാത്രം ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ പിന്നെ ചുണ്ടുകറിയാണ്, വാഴച്ചുണ്ട് കറി. പിന്നെതാ പിന്നെ ഈ കടച്ചക്കയുടെ കറി. ഇന്ന് അതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ ഇന്ന് ചോറുണ്ടത്. അത് വറുത്തരച്ച് വെച്ചതാണ്. അതിന് മാത്രമേ സമയം കിട്ടിയുള്ളൂ. പിന്നെ തുണികളൊക്കെ കുറേ മോള് പോയത് കൊണ്ട് കുഞ്ഞിൻ്റെ മക്കളെ തുണികളൊക്കെ അവിടെ ഇവിടെ വാരി വെച്ച് അതൊക്കെ മടക്കി വെക്കണം. കുറേ പണിയുണ്ട്. അവർ പോയാൽ നമ്മൾ വീട് വൃത്തിയാക്കി വെക്കണ്ടേ, മക്കളല്ലേ. അതുകൊണ്ട് ഇപ്പോൾ അവരിന്ന് വൈകുന്നേരം വരുമായിരിക്കും, അല്ല ചിലപ്പം നാളെ രാവിലെയൊക്കെ ആയിരിക്കും വരിക. അങ്ങനെ പിന്നെ മറ്റേ മോൾ ഇവിടെ ഉണ്ട്. മറ്റേ മോളെ വീട് ഇവിടെ അടുത്തിന്. എനിക്ക് ഒരാളെ വീട്ടിലേക്ക് വന്നാൽ രണ്ടാളെ വീട്ടിലേക്കും രണ്ടാളെയും കാണാം. 10 മിനിറ്റ് നടക്കാനുള്ളൂ. എനിക്ക് 2 ഇരട്ട കുട്ടികളാണ് ഉള്ളത്. ഒരു മോന് ജോലിക്ക് പോയേക്കുവാണ്. പിന്നെ പാത്രമൊക്കെ ഉണ്ട് കുറേ കഴുകി വെച്ചു നേരത്തെ. ഇനി കുറച്ച് കഴുകാനുണ്ട്. എനിക്ക് വീട്ടിലും പണിയാണ്, ഇഷ്ടം പോലെ പണിയാണ്. പുരപ്പണി പുരപ്പണി ഒരു വിധമൊക്കെ ആയി. ഇനിയും വീട് പണി പൂർത്തിയാകാൻ കുറേ പണികളുണ്ട്. ടൈലൊന്നിട്ടില്ല, ചെത്തി ഇനി പുല്ല് മുറ്റത്തെ ഇവിടെ ഇഷ്ടം പോലെ പുല്ലുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ പറിച്ചു. ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതും കൊണ്ട് പിന്നെ കൊതുകൊക്കെ വരത്തില്ലേ, അതുകൊണ്ട് ഇവിടെ കുറേ ചെടികളൊക്കെ അവൾ കുറേ ചെടി വാങ്ങി നട്ടിട്ടുണ്ട്. അത് നീതുവിൻ്റെ ചെടിയാട്ടോ, ചെറിയ ചെടികൾ അവൾ നട്ട ചെടികളാണ്. കണ്ടോ വാഴേൻ്റെ ഇപ്പം കുലച്ച് വന്നിട്ട് അതിൻ്റെ ചുണ്ട് ഇന്നിപ്പം നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആദ്യത്തെ വാഴയാണ്. ഈ വീട്ടിലേക്ക് താമസം മാറ്റിയതിന് ശേഷമുള്ള വാഴയാണേ, അല്ലേ അമ്മ? ഇത് ഈ വീട്ടിന് പിന്നെ താമസം മാറ്റിയതിന് ശേഷമുള്ള വാഴ ഇതല്ലേ? തിരിലടിച്ചു പോയായിരുന്നു. തിരിലടിച്ചു. ഞാൻ മോളോട് പറഞ്ഞു ഇത് വെട്ടിക്കളാന്ന്. അപ്പൊ അവള് വെട്ടാതെ മറ്റേ വാഴയ്ക്കും കൂടെ പകരം തന്നാലോ. ഇത് ഒന്ന് കൊലച്ചു, ചെറിയ കൊലയാണെങ്കിലും കൊലച്ച കിട്ടിയല്ലോ. അതന്നെ നന്നാകുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഇതിന്റെ അടിയിലൊക്കെ ഈ കപ്പളങ്ങാക്കുരു ഇട്ടുകൊടുത്തിട്ട് ഇതൊന്നും കൂടുതൽ വളർത്താൻ പറ്റത്തില്ല. അത് നട്ട് അങ്ങോട്ടൊക്കെ. പിന്നെ കാശിത്തുമ്പ തക്കാളി കണ്ടില്ലേ, പിന്നെ റോസ, ഇതൊക്കെ ഞങ്ങൾ വാങ്ങി നട്ടാണ്. പിന്നെ ചാമ്പ ഇത് പനീർ ചാമ്പ എന്ന് പറഞ്ഞൊരു ചാമ്പ, വലിയ ചാമ്പല്ലേ. അതാണ് വേഗം. ഇതൊക്കെ തൈകൾ വാങ്ങി നടുന്നതാ. പിന്നെ ഇതെന്താ നോക്കട്ടെ, ഇത് റംബൂട്ടാന്. ഇത് മാങ്കോസ്റ്റ് ഇല്ലേ? മാങ്കോസ്റ്റ് അല്ല, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, എന്തായിരുന്നു? ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, അതേതാ? പിന്നെ അത് എന്തോ ഒരു വെള്ള അതല്ലേ, മണിക്കൊന്നല്ലേ. നല്ല വള്ളി പോയി. ഇതെന്ത് രസം എന്നറിയാതാ കൊല ഉണ്ടാന്ന്. കൊലകള് ഇതാ ചിക്കു തൈ ഇതാ. ഇതിന്റെ മുട്ടയിടുന്നുണ്ട്. ചിക്കൂര് മുട്ടയിടുന്നുണ്ട്. കപ്പളങ്ങ അതൊക്കെ അവിടെ ഉണ്ടാക്കും. ചാമ്പ ഇത് വേറെ വലിയ വെള്ള ചാമ്പ അത് ഇതൊക്കെ. പിന്നെ ആ കപ്പളങ്ങ മരത്തിന്റെ ചോട്ടിൽ എന്ത് തയ്യാ